കാറ് കഴുകി തന്ന ഒരു ഷേക്ക് വാങ്ങിച്ചു തരാമെന്നുള്ള ഓഫർ നീട്ടിയപ്പോൾ ഞാൻ മുന്നും പിന്നും ഒന്നും നോക്കിയില്ല. പിന്നെ കാർ അങ്ങോട്ട് കഴുകി കൊടുത്തു. കാറ് കഴുകിയാൽ പിന്നെ ഓഫർ എന്തായാലും പാലിച്ച് തരണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി മലയൻകീഴ് വിസ്മയ ബേക്കറിക്ക്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തേക്ക് ചെന്നപ്പോൾ ദേ അടുത്തൊരു ഓഫർ. കഴിക്കാനും കൂടി എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ. പിന്നെ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ വെറുതെ വിടുമോ? ഒന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ കുറേ തിരഞ്ഞു. എന്ത് ചോദിക്കും? കണ്ണാടിക്കൂട്ടിലിരുന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട് വായോ 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 എന്ന്. പക്ഷെ ഇതൊക്കെ ഓവർ സ്വീറ്റ് അല്ലേ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. അത്ര ഒരു പീസ് 2 പീസൊക്കെ കഴിക്കാമെന്നല്ലാണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഷേക്കിൻ്റെ ഒപ്പം തന്നെ ഒരു ഷവർമയും കൂടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡിനുള്ള ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളവിടെ ഇരുന്നു. ഇപ്പം ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എവിടെയെങ്കിലും പോയി ഇതുപോലെ ഇരിക്കുക എന്നുള്ളത്. ഫുഡ് കഴിക്കാനോ വല്ല സിനിമയ്ക്കൊക്കെ പോയാൽ കുറച്ച് നേരം ഇരിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഇവന് ഇരിക്കണ ഇഷ്ടമല്ല. അവനിങ്ങനെ പാറി നടക്കണതാണ് ഇഷ്ടം. വല്ല പാർക്കാ അല്ലെങ്കിൽ ബീച്ച് അവിടെയൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കുക, കുഴപ്പമില്ല, ഇറക്കി വിടാം. പക്ഷെ ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഇറക്കി വിടാനും പറ്റില്ല. പിന്നെ അവനെ പറഞ്ഞ് അവിടെ എത്തി. ഞങ്ങൾ അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, മിഠായി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി. പിന്നെ നമ്മുടെ ഫുഡ് വന്നു. 2 ഷേക്കും പിന്നെ എനിക്കൊരു റോളാണ് പറഞ്ഞത്. ഏട്ടൻ പ്ലേറ്റും പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണത്, ഇവൻ വളർന്നു എന്ന്. കാരണം ഇവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മുമ്പൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ ഷേക്കൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ഷാർജ ഷേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷേക്കും കുടിച്ച് ഷവർമയും കഴിച്ചു. ആരുഷിന് ഞാൻ ഷവർമ കൊടുത്തില്ല, പകരം ഞാൻ ക്യാരറ്റാണ് കൊടുത്തത്. അവൻ ക്യാരറ്റ് ലവറാണ് അവൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സ്വീറ്റ്സും കൂടി വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങി അച്ഛനും അമ്മയ്ക്കും കൂടി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഷവർമ പാർസൽ ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടായിരുന്നു ആദ്യമേ തന്നെ. അങ്ങനെ പിന്നെ അതും കൂടി മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. ബൈ ബൈ, സീ യു.